മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. രാവിലത്തെ കുറച്ച് വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഴ പെയ്തു, കറിവേപ്പിലൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും കടലക്കറിയാണ്. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നതും അപ്പവും കടലക്കറിയാണ് തന്നെയാണ് കേട്ടോ. കടല ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് മുളകും മല്ലിയൊക്കെ ചേർത്താൽ മതി. അപ്പം ഇപ്പുറത്തടുപ്പിൽ ഞാൻ കുറച്ച് ബീഫ് കറി ഇന്നലെ സൺഡേ അല്ലായിരുന്നോ, അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാക്കുന്നുണ്ട്. കാരണം പിള്ളേർക്ക് രാവിലത്തെ കാപ്പി അപ്പവുമായിട്ട് കൊടുക്കാമെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂടാക്കുന്നുണ്ട്. കടലക്കറി ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാനാണ് വേവിക്കുന്നത്. അപ്പം വേണ്ടേ, ഇതാണ് ഇച്ചിരി ഉള്ള കേട്ടോ, കിണ്ണിയിൽ ഇച്ചിരി ഉള്ളായിരുന്നു. അത് ഞാൻ അങ്ങനെ ചൂടാക്കുവാണ്. മുളകും മല്ലിയൊക്കെ എടുത്ത് ഞാൻ വെച്ച് അതങ്ങനെ എല്ലാം സെറ്റാക്കി കടലക്കറി റെഡിയാക്കിയിട്ട് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള എല്ലാം റെഡിയാക്കി ഞാൻ ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവർക്ക് കാപ്പിയും കൊടുത്തേ. ഹാജറ ഏതാണ്ട് കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിരുത്താണ്. ഹാജർ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആദ്യം മോൾ ദറസിൽ നിന്ന് വന്ന ഉടനെ കാപ്പി കുടിക്കാനിരുന്ന് അങ്ങനെ കാപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ കുടിച്ചതിന് ശേഷം വേണ്ട മുടി കെട്ടി കൊടുക്കുകയാണ്. ആദ്യമാക്ക് ഞാൻ മുടി കെട്ടി കൊടുത്തത് വാരി പിടിച്ച് ക്ലിപ്പങ്ങ് ഇട്ട് കൊടുത്തത്. ഹാജറാക്ക് ഇന്ന് മുടി കെട്ടി കൊടുത്ത ഒരു ഇത്തായാണ്, കണ്ടില്ലേ മുടിയൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ. അതിനുശേഷം ഹാജർ അതാണ്ട് സോക്സ് ഇട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ 2 വഴക്ക് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നത്, മര്യാദയ്ക്ക് നേരെയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാജറ പതുക്കെ നേരെയാക്കുകയാണ്. എന്നാലും ഞാൻ പറഞ്ഞത് എന്താ ഇന്ന് സ്റ്റൈലിനൊക്കെ മുടിയൊക്കെ കിട്ടി, വാ ഞാൻ വാരി പിടിച്ച് മുടി കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവർ ഇത്ത കെട്ടിക്കൊടുത്തതാണ് കേട്ടോ ഇന്ന് മുടി. അപ്പം ഞാൻ പറഞ്ഞു മിസ്സിൻ്റെ 2 അടി ഇട്ടിട്ട് അപ്പം പിന്നെ ഇങ്ങനെ കെട്ടത്തില്ല. അതിന് ഞാൻ റെഡ് കളർ ബോ വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. റെഡ് കളർ ബോ വെച്ചാൽ പിന്നെ പ്രശ്നമില്ല. അതിനുശേഷം ഞാൻ ഹാദിയാക്ക് ഷോൾ കുത്തി കൊടുക്കണം. ഇതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ, ഹാദിയാക്ക് ഷോൾ കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നല്ല അവരെ വാപ്പിച്ചയെ വിളിച്ചു. അവരെ വാപ്പിച്ച് പറഞ്ഞ് താ വരുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണം കൂടെ റോഡിലിറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ പറയുന്നു പോവണ്ട, ഇവിടെ നില്ല്, വാപ്പിങ്ങ് വരുമല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല. അവർ നടന്നങ്ങനെ പോയി. ഞാനും വെച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്ന് 2 പേരെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടുന്ന് ടാറ്റാ ബൈയൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടും കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോയി വീടൊക്കെ ഉറങ്ങി കേട്ടോ. ഇനി 3 പേരും ഒരാൾ ജോലിക്കും പോയി, 2 പേര് പഠിക്കാനും പോയി. അപ്പോൾ ഇനി ഞാൻ മാത്രമുള്ള വീട്ടിൽ. ഇനി നീ ഒന്നേന്ന് ജോലി തുടങ്ങണം. ചോറ് വെക്കണം, കറി വെക്കണം, തൂത്തുവാരണം, തുണി കഴുകണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ എൻ്റെ കറിവേപ്പിലയിലോട്ട് ഞാൻ വന്ന് നോക്കുകയാണ്. എല്ലാ വള്ളികളും കൂടെ ചുറ്റി മഴവെള്ളം വീണപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കൂടെ ഭാരം കൊണ്ട് ചാഞ്ഞു വന്നു. അങ്ങനെ ഒരു കമ്പൊക്കെ വെച്ച് നൂത്ത് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.